കേരള ജനത മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ചർച്ചയുടെ രണ്ടാം ഭാഗമാണിന്ന്. മര്യാദ രാമൻ നുണ പറയുന്നു. ഈ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഒക്കെ സംശയത്തിൽ ഏതെങ്കിലും പേരുകളോ ആളുകളോ ഒക്കെ വന്നിരുന്നോ? ഇല്ല, എനിക്ക് രാവിലെ സാധാരണ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ചേർത്തലയിൽ നിന്ന് വേറൊരു നടി പ്രേഗ മാർട്ടിന്റെ ഒരു ഷൂട്ടും കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന സമയമായിരുന്നു. അന്ന് തന്നെ എനിക്ക് രമ്യ നമ്പീശന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇത് രണ്ടും കൂടി ഒരേ സമയമാണ് ചെയ്തത്. അന്നേരം രമ്യ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അവൾ വരുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നുണ്ട്, നീ നാളെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരൂ. അപ്പം ഞാൻ കുറച്ച് ദിവസമായി കണ്ടിട്ടും വിളിച്ചിട്ടും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഞാൻ ഫ്രീ ആണെങ്കിൽ നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. രാവിലെ 8 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ചാനൽ വെച്ച് നോക്കുമ്പോഴാണ്, നോർമലി എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കും വെക്കുന്നത്. അന്ന് തലേ ദിവസം ആരോ ന്യൂസ് ആയിരുന്നു വെച്ചത്. ഞാൻ ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ നടിയെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള ഒരു ന്യൂസ് കേൾക്കുന്നു. അപ്പം ഞാൻ ആരാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഞാൻ വെറുതെ വിട്ടു. അത് ഏതെങ്കിലും നടി എന്തോ കുറച്ച് കഴിയുമ്പോൾ അറിയായിരിക്കും എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് എൻ്റെ ഇവളാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇരിക്കപ്പെടുത്തില്ല. കാരണം ഞാനും അവളുമായിട്ടും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പം അത്രയും ഒരു ബന്ധമാണ്, സാധാരണ ഒരു ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ. അപ്പം എന്ത് കാര്യങ്ങളും സംസാരിക്കാനും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ തരുന്ന ഒരു ആർട്ടിസ്റ്റാണ് അവൾ. വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓടി എങ്ങോട്ടാണ് പോകേണ്ടത്, ഇത് എവിടെയാണ് ആളുള്ളത്, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മറ്റൊരു നടിനെ വിളിച്ചു, കാര്യങ്ങൾ തിരക്കിയപ്പോൾ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്താണ് പറയേണ്ടത്? ഞാൻ ഈ നിമിഷം വരെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ അവൾ പറയുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ ഈ നിമിഷം വരെ ഞാൻ അവളുടെ അടുത്ത് ഈ ഒരു വിഷയത്തെ പറ്റി, എങ്ങനെയായിരുന്നു സംഭവം, നീ എവിടെ നിന്നാണ് വണ്ടിയിൽ വരുന്നത്, എവിടെ വെച്ചായിരുന്നു ഈ പ്രശ്നം നടക്കുന്നത് എന്നൊന്നും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. കാരണം ഞാനൊരു അമ്മയെന്നുള്ള സ്ഥാനത്ത് നിന്നും കൊണ്ട് എനിക്ക് അവളിൽ നിന്ന് അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് എനിക്ക് ഊഹിക്കാൻ പറ്റും അവൾ ആ നിമിഷങ്ങളിൽ അനുഭവിച്ച മാനസിക വേദന എന്താണ് എന്ന്. ഇവിടെ എല്ലാവരും പീഡിപ്പിച്ചു എന്ന് പറയാനാണ് എല്ലാവരും വ്യഗ്രത കാട്ടുന്നത്. സത്യത്തിൽ അവൾ അനുഭവിച്ച വേദന എന്താണെന്നാണ് ചർച്ച ചെയ്യേണ്ടത്. എല്ലാവരും അവളെ പീഡിപ്പിച്ചു ഉറപ്പിക്കുകയാണ്. പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ആ കുട്ടി അത്രയും ബോൾഡ് ആയതുകൊണ്ടാണ് അവരത് റിപ്പോർട്ട് ചെയ്തത്. എല്ലാ പെൺകുട്ടികളും അങ്ങനെ ചെയ്യണമെന്നില്ല, അല്ലേ? അപ്പൊ ഇതുപോലെയുള്ള സിറ്റുവേഷൻ സിനിമയിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അങ്ങനെ വല്ലതും കണ്ടിട്ടോ കേട്ടിട്ടോ ഒക്കെ ഉണ്ടോ സിനിമയിൽ? ഒരിക്കലും കേട്ടിട്ടില്ല. പലരും അങ്ങനെ കാര്യം പറയട്ടെ, നമ്മൾ സ്വന്തം കുടുംബത്തിനേക്കാളും കൂടുതൽ ബന്ധപ്പെടുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുമായിട്ടാണ് പരിചയപ്പെടുന്നത്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ദിനേശ് സാറിനെ വിളിക്കും, സാറേന്ന്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു സ്വന്തം രക്തം പോലെ, സ്വന്തം ആങ്ങളെ പോലെ നമുക്ക് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അത് അത്രയും കൊല്ലത്തെ ബന്ധമാണ്. മനസ്സിലായില്ലേ? സ്വന്തം ബ്രദറിനെ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പറയുന്നത് ഇവരോടായിരിക്കും. അപ്പൊ അവർക്കറിയാം, അവരെ നമുക്കും അറിയാം. നമ്മൾ അൺടൈം ആയാലും നമ്മൾ ഷൂട്ടിന് നമുക്ക് അൺടൈം ആയി പോയി തോന്നാറില്ല. കാരണം അവിടെ നിൽക്കുന്ന മൊത്തം നമ്മുടെ സഹോദരങ്ങളാ. പിന്നെ പ്രായത്തിനനുസരിച്ചും ഓരോ സ്വഭാവത്തിനനുസരിച്ചും ഓരോരുത്തർക്കും ഓരോ വക്രബുദ്ധികളും മറ്റേ ബുദ്ധികളൊക്കെ വന്ന് അങ്ങനെയൊക്കെ ബന്ധങ്ങളിൽ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു നല്ല ശതമാനം 70-75% നല്ല ശതമാനം നല്ല ബന്ധം പുലർത്തുന്ന ആൾക്കാരുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? അതിന്റെ ഒരു ബലത്തിലാണ് നമ്മളൊക്കെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ഒന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവരൊക്കെ മോശക്കാരാണെന്ന് അടിച്ചാക്ഷേപം ഇവര് പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പറഞ്ഞില്ല, അല്ലല്ല, അതല്ല, ഇപ്പൊ പറഞ്ഞില്ല, അഭിനയിക്കുന്ന ക്യാരക്ടർ വെച്ചിട്ട് സ്വഭാവം നിശ്ചയിക്കുന്ന വക്കീല് അതല്ല, അവരത് ഒബ്സർവ് ചെയ്തതിന്റെ ബേസിൽ അതൊക്കെ നിർത്തിയേ പറ്റുള്ളൂ. ഞാൻ സാറിനോട് ചോദിക്കാം, സാർ ഇതിൽ ഈ കേസ് വീക്ഷിച്ചുകൊണ്ടിരിക്കുക എല്ലാരെയും പോലെ തന്നെ, പക്ഷെ പലരും മെജോറിറ്റി ആളുകളും ദിലീപിനെ ആ ഒരു സംശയത്തിന്റെ ഇതിൽ നിർത്തുമ്പോഴും സാർ ഇപ്പോഴും അദ്ദേഹം നിരപരാധിയാണ്, അങ്ങനല്ല, അല്ല, കേസ് തെളിയട്ടെ, കോടതി
ശിക്ഷിക്കുന്നതുവരെയും അയാൾ നിരപരാധി. കോടതി പറയട്ടെ. അങ്ങനെ തോന്നാനുള്ള ഒരു എന്തായിരുന്നു അങ്ങനെ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കരുണാകരന്റെയും നമ്പിനാരായണന്റെയും അടക്കം ഒരുപാട് പേര് മുന്നിലുണ്ട്. മുൻകാല അനുഭവങ്ങൾ കുറെ ഉണ്ടല്ലോ. നമ്മളെങ്ങനെ അപ്പൊ ദിനേശ് ഈ പൾസർ സുനിയുമായിട്ട് അദ്ദേഹത്തിന് പരിചയമില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ കത്തെഴുതിയ 2 കോടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കുന്നുണ്ടോ? ശിക്ഷിക്കണം തന്നെ. അല്ല, ഈ പൾസർ സുനി ദിലീപിന്റെ ഡ്രൈവർ അല്ല. പക്ഷെ ദിലീപ് ചെല്ലുന്നിടത്ത് പലർത്ത് ഇയാൾ എന്തിനാ പോകുന്നത്? അതൊരു ഗൂഢാലോചനയാണ്. അതെ, അത് എന്തിനാണ് പോയത്? ഒരു കാര്യമില്ലല്ലോ. അയാളുടെ ഡ്രൈവറും അല്ല. ഈ ഗൂഢാലോചന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ എന്ത് കാര്യം? ഈ ക്രിമിനലായിട്ട് എന്ത് കാര്യം? ഈ ഗൂഢാലോചന നടത്തുന്നിടത്തൊക്കെ പോയി ആള് നിൽക്കാൻ പറ്റും. സാക്ഷി, ഞാൻ സാക്ഷിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണെന്ന് മറ്റൊരു നടൻ വെളിപ്പെടുത്തി, ഈ അടുത്ത് വെളിപ്പെടുത്തി. സിനിമാ ലോകത്തെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സിനിമാ ലോകത്തുള്ളവർ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകണമല്ലോ. പബ്ലിക്കിനോട് പറയുന്ന മോശം ഡ്രൈവിംഗ് എന്ന് യഥാർത്ഥ കാരണം സിനിമ ഇൻഡസ്ട്രിയായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന പലരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും, ഷെയർ ചെയ്യും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പുറത്തൊരാളെടുത്ത് ഷെയർ ചെയ്യുന്നതിനും കൂടുതലായിട്ട് നമ്മൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അത് സത്യമാണ്, അത് മൂടി വെക്കാൻ പറ്റാത്തൊരു സത്യമാണ്. അതിലും എനിക്കൊരു വിജയിപ്പുള്ള എന്താണെന്നറിയോ, മുകേഷിന്റെ സിനിമാ ലൈഫിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരു 10 പേരെടുത്ത അതിലൊരാളാണ് ഈ സുരേഷ് കുമാർ. സുരേഷ് കുമാറിന്റെ ഭാര്യയായ മേനകയാണല്ലോ. വാസ്തവത്തിൽ സുരേഷിന്റെ ഭാര്യ മേനകയെ തട്ടിക്കൊണ്ടുപോയത് ഈ ബോറനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും മുകേഷ് വയ്ക്കില്ല. അല്ല, പക്ഷെ പുള്ളി കംപ്ലൈന്റ് ചെയ്തിരുന്നല്ലോ. അവർക്ക് വേണ്ടെന്ന് തോന്നി, വേണ്ട ഫോളോ അപ്പ് ചെയ്യണ്ടെന്ന് വെച്ചു. അയാൾ ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനിക്കുന്നത്. ആ ഒരു സംഭവം ഇന്ന് വരെ ദിലീപ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ ആശ്ചര്യം. ഏത് ലോകത്തൊക്കെയാണ് നിങ്ങൾ ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞത് മുകേഷ് സുരേഷ് കുമാറിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ ആ സുഹൃത്തിന്റെ ഭാര്യ തട്ടിക്കൊണ്ടുപോയി ക്രിമിനലാണ് ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും മുകേഷ് വയ്ക്കില്ല. മുകേഷ് അറിയില്ല എന്നാണ് എന്റെ വിശ്വാസം. തട്ടിക്കൊണ്ടുപോയാൽ ശ്രമിച്ചവർ അറിഞ്ഞില്ലേ? സുരേഷേട്ടൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, മുകേഷേട്ടനോടൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം മുകേഷേട്ടൻ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് സുനിലിനെ ജോലി നിന്ന് പിരിച്ചുവിട്ടത്. ഈ ഒരു സംഭവം സിനിമാ ലോകവുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്നവരുമായിട്ട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഷെയർ ചെയ്തിട്ടുണ്ടോ എങ്കിൽ എന്തുകൊണ്ടും ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ സുനി ഒരു ക്രിമിനലാണെന്ന് സിനിമാ ലോകത്ത് തന്നെ അവനെ നിലനിർത്തി എന്നുള്ളതാണ്. ക്രിമിനൽ തന്നെയാണ്. എങ്ങനെ വർക്ക് ചെയ്തു ഇതൊക്കെ കാണാൻ കൂടെ അത് മാത്രം ഇവിടെ ചോദ്യം ചെയ്യില്ല. ഫെഫ്കയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു ഡ്രൈവർ അവിടെ ലൊക്കേഷനുകളിൽ എങ്ങനെ അതായത് പ്രൊഡ്യൂസറുടെ വണ്ടി ഓടിക്കാം, ആ 3 വണ്ടിയിലാണ് മനസ്സിലായില്ലേ? ആ സോഴ്സിലാണ്. പക്ഷെ അത് അവനെ ആരാണ് എല്ലായിടത്തും വിളിക്കുന്നത് അതന്വേഷിക്കണം. ഏത് പ്രൊഡ്യൂസർ വിളിച്ചു, എന്തിനാണ് അയാളെ വെച്ചത്, അത് അന്വേഷിക്കണം. അത് പോലീസ് അന്വേഷിക്കണം. ഈ സിനിമാ മേഖലയിൽ ഇതുപോലെ ഗുണ്ടകള്, കഞ്ചാവ് കച്ചവടക്കാരൊക്കെ ഒരുപാട് കയറി ഇറങ്ങുന്നുണ്ടെന്ന് പോലീസ് അന്വേഷിച്ചു വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഇദ്ദേഹത്തെ ഇപ്പൊ മുന്നിൽ നിർത്തുന്നത്. ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം തെറ്റുകാരനല്ലാതിരിക്കട്ടെ എന്ന് തന്നെയാണ്. 8 വർഷം വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് സുരേഷ് കുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ദിലീപ്. സംശയം. അപ്പൊ ഇവന്റെ കാര്യം പറയില്ലേ? അവർ തമ്മിൽ എത്ര സിനിമ ചെയ്ത അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. അതെ, പോലീസ് അന്വേഷിക്കട്ടെ. തിരിച്ചാ പറഞ്ഞ ഞാൻ സുനിലിന്റെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നല്ല പറഞ്ഞേ. കാർഡില്ലാത്ത ഒരാൾ 8 വർഷമായി സിനിമയിൽ അത് അന്വേഷിച്ചാലും ഞാൻ അജുകുമാർ സാറിനോട് ചോദിക്കട്ടെ, ഈ കേസിൽ തെളിവുകൾക്ക് ശക്തി വേണമെങ്കിൽ ദൃക്സാക്ഷികൾ വേണം എന്നുള്ളത് നിർബന്ധമാണല്ലോ അല്ലേ? വന്നാൽ പെട്ടെന്ന് അട്ടിമറിക്കാം. അത് ശരി. ഞാൻ പറഞ്ഞുതരാം. ഹാപ്പി രാജേഷ് വധം
അല്ല ഈ കേസിൽ തെളിവുകൾ ശക്തമാണോ? ഈ കേസിൽ തെളിവുകൾ ശക്തമാണോ? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പീപ്പിൾ മേ ലൈ, അതായത് ആളുകൾ കള്ളം പറയും, ബട്ട് സർക്കംസ്റ്റാൻസസ് വിൽ നോട്ട്. സാഹചര്യങ്ങൾ കള്ളം പറയില്ല. ഇതൊക്കെ ഉരുവിട്ട് പഠിക്കുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ വിശ്വസിക്കാനേ കഴിയുന്നുള്ളൂ. എനിക്ക് എനിക്ക് ഈ പറഞ്ഞ നടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് അവരെ അറിഞ്ഞുകൂടാ, സിനിമയിലല്ല, കണ്ടിട്ടുമില്ല. എനിക്ക് ദിലീപിനെ അറിഞ്ഞുകൂടാ, ദിലീപുമായിട്ട് യാതൊരു കണ്ടിട്ടില്ല, ഒരു ബന്ധവുമില്ല, ഒരു വൈരാഗ്യവും. വക്കീൽ സാറ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ആണ്. അദ്ദേഹം ഒരു അഭിഭാഷകനായതുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്തുള്ള വിയോജിപ്പ്, ഈ ടോക്ക് ഷോയിൽ അദ്ദേഹം പറഞ്ഞതിനുള്ള വിയോജിപ്പ് പങ്കുവെക്കുന്നത് അദ്ദേഹം ജനാധിപത്യപരമായ വിയോജിപ്പാണ്. അദ്ദേഹം പറഞ്ഞു കൗശലക്കാരനായത്. ഞാൻ സിനിമ കണ്ടു, ദിലീപിന്റെ സിനിമ കുറെ എല്ലാം എടുത്തിട്ട് കണ്ടപ്പോൾ കൗശലക്കാരനായ വിറ്റ്നസ് സൈക്കോളജി, അക്യൂസ് സൈക്കോളജി എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട്. ഇത് ക്രിമിനൽ ലോ കൈകാര്യം ചെയ്ത് സക്സസ് ആകുന്ന ആളുകൾ നല്ലോണം പഠിച്ചിരിക്കും. ഇത് രണ്ടും അറിഞ്ഞുകൂടെങ്കിൽ അവിടെ വക്കീൽ ഓഫീസിന് വേഗം ഷട്ടർ ഇടാം. ഈ എയർപോർട്ടിലൊക്കെ ആളുകൾ നടന്നു വരുന്ന കാണുമ്പോൾ അവർക്ക്. ഞാൻ ഒരു കാര്യം പറയാം. ആലുവ കൂട്ടക്കൊല 6 പേരെ ഞാൻ അന്വേഷിച്ച കേസാണ്. തൂക്കാൻ പോയിച്ച ആനയും കൂടെ കിടപ്പുണ്ട്. ഒറ്റ സാക്ഷിയില്ല, ദൃക്സാക്ഷി. അതെ, ഒറ്റ ദൃക്സാക്ഷിയില്ല. അതിനകത്ത് അവന് ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നില്ല അവനെ തൂക്കി തന്നെ. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ തൂക്കരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് ഒരു 4-5 കേസിന് തൂക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ പ്രാർത്ഥിക്കും അവരെ ഒന്ന് ഒഴിവാക്കണം, ജീവരുന്ന് കിടന്ന്. ഇവനെ ഞാൻ പ്രാർത്ഥിച്ചോണ്ടേ തൂക്കരുത്. പക്ഷെ തൂക്കും, കാരണം ഒറ്റ സാക്ഷിയില്ല. പക്ഷെ സാഹചര്യ തെളിവും മോട്ടീവ് വളരെ പ്രധാനമാണ്. ഈ കുട്ടിയെ സിനിമാ ഫീൽഡിൽ നിന്ന് വെളിയിലാക്കണമെന്ന് ശ്രമിച്ചത് ദിലീപാണ്. മോട്ടീവ് അല്ലാതെ സ്ഥലക്കച്ചവടമൊന്നുമല്ല. അതൊക്കെ തൽപര കക്ഷികളും പോലീസും കൂടെ ഒരു ഭാഗം ചേർന്ന് ഉണ്ടാക്കുന്ന ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. ആദ്യം ഒരു പ്രാവശ്യം, അതായത് അമ്മയുടെ മീറ്റിംഗ് നടക്കുന്ന ദിവസം അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടു. അന്ന് തലേ ദിവസം രാത്രി 13 മണിക്കൂറോളം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും നിരപരാധിത്വം ഉണ്ടോ എന്ന് പോലീസിന് തോന്നിയിരുന്നെങ്കിൽ പിന്നീട് വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകും. ഈ സ്ഥലക്കച്ചവടം അല്ല എന്ന് എടുത്തു പറയുന്നതും ഈ കേസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണോ? പിന്നെ സംശയം എന്ത്? ചാക്കുമായിട്ട് ഇറങ്ങിയിരിക്കല്ലേ കുറെ വക്കീലന്മാരുണ്ട്. അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞല്ല, വക്കീലന്മാരുണ്ട്, കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, കുറെ സാമൂഹ്യ വിമർശകന്മാരുണ്ട്. ഇതൊന്നും നല്ലതല്ല. സത്യം ജയിച്ചിരിക്കും, അതിനൊരു ഭയവും ഇല്ല. ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? സത്യം ജയിക്കണമെങ്കിൽ നമ്മളെ കടമ നിർവഹിക്കണം. അയാളെ പ്രൊട്ടക്ട് ചെയ്ത് ആ കുട്ടിയുടെ കാര്യം ഇത്ര വാചാലമായി ഇത്ര ആക്രോശിക്കുന്നവരെ ഞാൻ കാണുന്നില്ല, സിനിമാ ഫീൽഡിലും കാണുന്നില്ല, നിങ്ങളുടെ സീരിയലും അഭിപ്രായങ്ങളൊന്നും മാറില്ല. കോടതിയിൽ പൾസർ സുനി അഥവാ ഇനി മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ കേസിന്? പൾസർ സുനിയുടെ മൊഴിക്ക് കോടതിയിലെ തെളിവിന് യാതൊരു വിലയില്ല, ഞങ്ങൾ ഔട്ട് ചെയ്തിട്ടില്ല. ഇല്ല, പൾസർ സുനിയൊക്കെ നമ്മളെ ഈ മാധ്യമങ്ങളുടെ ഇടയിലാണ് അദ്ദേഹത്തിന്റെ മൊഴി. വിചാരണയ്ക്ക് വരുമ്പോ പൾസർ സുനി അക്കോംപ്ലീസ് ആകാത്തിടത്തോളം കാലം, അതായത് മാപ്പ് സാക്ഷി ആകാത്തിടത്തോളം, ഈ കേസിൽ മാപ്പ് സാക്ഷി ആക്കൂ 1-ാം പ്രതിയെ. പക്ഷെ സഹതടവുകാരന്റെ അടുത്ത് ചില കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വരട്ടെ, അതൊന്നും അയാളുടെ മൊഴിയായിട്ടല്ല പറഞ്ഞത്, സാക്ഷിയുടെ മൊഴിയായിട്ട് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ വന്നു. മാധ്യമങ്ങൾ ഇതെല്ലാം ആഘോഷിക്കുന്നതിന്റെ പിന്നെ റേറ്റിംഗിന്റെ കച്ചവടം. 80 ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് 157 ന്യൂസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായതുള്ളൂ. മലയാള മനോരമയുടെ 40-50 കിടന്ന റേറ്റിംഗ് 86 മാതൃഭൂമി 45-35 കിടന്ന 80 അതേപോലെ തന്നെ പീപ്പിൾസിന്റെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നല്ല സമരിയാക്കാരനായിട്ട് ദിലീപിൻ നല്ല സമരിയാക്കാരനായിട്ട് ഒരു വാർത്തയ്ക്കും പ്രസക്തിയില്ല ഈ കാലഘട്ടത്തിൽ. ഇനി അയാളെ അഗ്നിശുദ്ധി വരുത്തി നല്ലവനായിട്ട് തിരിച്ചു വരുമ്പോൾ മാത്രമാണ്, അപ്പോഴാണ് നല്ല വാർത്തയ്ക്ക് വേണ്ടിയുള്ള ഇതിന്റെ അകത്ത് ഒരു കാര്യം ഞാൻ പറയാം. മാധ്യമങ്ങൾക്ക് ഇത് റേറ്റിംഗ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ജനം ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെ? ഇന്ന് സീരിയലെല്ലാം മാറ്റിയിട്ട് ഈ ചർച്ചകളാണ് കേൾക്കുന്നത്. ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന റെസ്പോൺസ്, ഞങ്ങൾ ഒരു ജീവിതത്തിന്റെ ഒരു മേഖലയിൽ യാതൊരു പരിചയമില്ലാത്ത ആളുകൾ വിളിച്ച് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ജനത്തിന് എത്ര ഇൻവോൾവ്മെന്റ് ഇതിന്റെ അകത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എല്ലാരും ഇപ്പം എല്ലാവർക്കും അറിയാം കേരളത്തില്. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, ഇനി
ഇതിൻ്റെ അകത്ത് ബുദ്ധിപരമായി ഈ കേസ് അട്ടിമറിക്കണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് ഒരു തിരക്കഥ ഉണ്ടായിരുന്നു എന്നും ഒരു ഇൽ മോട്ടീവ് ഉണ്ടായിരുന്നു എന്നും ഒരു പ്രചരണം അഴിച്ചു വിടണം. അതിനുള്ള ശ്രമം തുടങ്ങി. അതുമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് ബോധപൂർവം ചെയ്യുന്നതാണ്. ഞാൻ സാറിനോട് ഒരു കാര്യം കൂടി, ഇപ്പൊ 11ാം പ്രതിയാണ് ദിലീപ്. 11ാം പ്രതിയിൽ നിന്ന് 2ാം പ്രതിയിലേക്കല്ലേ എത്തുക? അത് ഫൈനൽ ചാർജ് ഷീറ്റ് വരുമ്പോ കോടതിയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് റാങ്ക് റീഫിക്സ് ചെയ്യാൻ ഒരു റിപ്പോർട്ട് കൊടുക്കാം. കോടതിക്ക് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. നിർബന്ധമില്ല. പിന്നെ 1ാം പ്രതി ആയിരുന്നാലും 11ാം പ്രതി ആയിരുന്നാലും വകുപ്പ് ഒന്നെങ്കിൽ ഗൂഢാലോചന ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ട്രെയിനിലെ ബോഗിയായിട്ട് തന്നെ കണക്കാക്കും. അത് വേറെ ആലോചിക്കണം. ദീപിനെ ശിക്ഷിക്കത്തില്ല എന്ന് പറയുന്നവര് ഒരു കാര്യം ആലോചിക്കണം. വായിന്ന് വന്ന എന്താ പറയുക, ഒരു ചെറിയ മിസ്റ്റേക്കില് 4-5 പേര് ഭാഗത്തു പോകും, 6 പേരകത്തു പോകും. അതാണ് കേസ്. പെണ്ണിനെ ഉപദ്രവിച്ചുള്ള കേസ് അതാണ്. എരയുടെ പേര് പറഞ്ഞതിനാണ്. പാവപ്പെട്ട അജു വർഗീസ് സാധാരണ അവരൊക്കെ എപ്പോഴും വിളിക്കുന്നത്. അതിന് ഒരു കുറ്റം പറയാം. SN സ്വാമി എന്ത് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ സാത്വികനായ മനുഷ്യനാണ്. ഞങ്ങളെല്ലാം ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പറയരുതെന്ന് വീണ്ടും അത് തന്നെ വന്നു പോകുന്നത് എന്താണ്? നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും വിളിക്കത്തില്ല, അത് വെച്ച് വന്നു പോകുന്നതാണ്. സലീം കുമാർ അദ്ദേഹം ഇത് അറിയാതെ പറയുന്നു പോകുന്നതാണ്. ഒരു മിനിറ്റ്. ഇനിയിപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് കുറച്ചു ദിവസമായി ദിലീപ് പോണതും വരുന്നതും ഒക്കെ ചാനലുകൾ ഇങ്ങനെ പുറത്തു വെച്ച് കാണിക്കണോ, ആളുകൾ കൂവണോ, കളിയാക്കണോ, അങ്ങനെ ചീത്ത വിളിക്കണോ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി, സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുക എത്രയും ദിവസം, അവർക്ക് ദിലീപിനോട് ഒരു സഹതാപ തരംഗം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. പൊതുജനത്തിന് ഒരിക്കലും ഉണ്ടാവും. കാരണം ഈ കുഞ്ഞിന്റെ കൂടെയാണ് പൊതുജനം. സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ കേട്ടു ഞാൻ. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും തോന്നി തുടങ്ങും. കാരണം ഇത്രയും തെറ്റ് വളരെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷയാണ്, ഒരു തെറ്റാണ് ചെയ്തതെന്ന് കേരള ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിലുള്ളതെന്നും ഒരു മകളുടെ വേദന തന്നെയാണല്ലോ. ആ വേദനയിൽ നിന്ന് നോക്കുമ്പോൾ സ്ത്രീക്ക് ഒരിക്കലും സഹതാപം തോന്നാൻ സാധ്യതയില്ല. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയത്. ഒരു സാധാരണ പെൺകുട്ടിയുടെ കേസിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ നിർഭയ കേസാണ് ഈ ക്രിമിനൽ ലോ അമെന്റ്മെന്റിന് 2013 ക്രിമിനൽ ലോ അമെന്റ്മെന്റ് വന്നതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും 376D അനുസരിച്ച് ദിലീപിന് ചാർജ് വന്നത്. വളരെയേറെ റേപ്പ് എന്ന് പറയുന്നതിന്റെ നിർവചനം തന്നെ മാറ്റി. അത് ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. അത് ഒരു സെലിബ്രിറ്റി ഒന്നും ആയിരുന്നില്ല. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്തു. എത്രയോ സ്ത്രീ പുരുഷന്മാർ, ടീനേജിലായിട്ടുള്ള കുട്ടികൾ വരെ ഡൽഹിയിലെ തെരുവീതികൾ സ്തംഭിപ്പിച്ചു. സ്ത്രീകളെ മാത്രമല്ല, പുരുഷന്മാരും അമ്മമാരും അച്ഛന്മാരും എത്ര ആളുകൾ രംഗത്തിറങ്ങി. ഇന്ത്യയിൽ കോളിളക്കം സൃഷ്ടിച്ച കേസ്. ബർമ കമ്മീഷൻ വന്നു. അതിനുശേഷം ഇന്ത്യൻ പീനൽ കോഡ് അമെന്റ്മെന്റ് സജസ്റ്റ് ചെയ്തു, അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതിനനുസരിച്ച് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 114A എന്ന് പറയുന്ന വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നിയമത്തിൽ. അല്ലല്ല, ഞാൻ അവരുടെ ഒരു മറുപടി പറഞ്ഞില്ല. ജനം അറിയേണ്ട ഒരു കാര്യമാണ്. 1995 ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോടതി കൊണ്ടുവന്നു. ഞാൻ ശാന്തിവിള ദിനേശ് സാറിനോട് ചോദിക്കുകയാണ്, ദിലീപ് മാഫിയ അല്ലെങ്കിൽ ദിലീപിനെ എതിർക്കാൻ ആർക്കും പറ്റില്ല, സിനിമയിൽ നിന്ന് ഔട്ടാക്കും, ഒതുക്കും. ഇപ്പൊ അറസ്റ്റിലായതിനു ശേഷം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ട് എന്താ ഇതിന്റെ ഒരു സത്യാവസ്ഥ? എനിക്കറിയില്ല, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. നല്ല ആൻസർ, നല്ല ഉത്തരം. ഇത് ഇദ്ദേഹം ഒന്നാതെ ഒരു അബദ്ധ ധാരണയിൽ കാരണം 32 വർഷമായി അതിൽ ചിരക്കനാണ് ഞാൻ. എന്നോട് ഇത്തരം വർത്തമാനങ്ങൾ പറയരുത്. സഭ്യമല്ലാത്ത വാക്കാണെങ്കിലും പറഞ്ഞു പോവാ. ജയിലാണല്ലോ ഈ ഒതുക്കപ്പെട്ടു എന്ന് പറയുന്ന സംവിധാനം ഉൾപ്പെടെ ഇപ്പൊ കഴിവ് തെളിയിച്ച് കാണിക്കട്ടെ, അവര് സിനിമ ചെയ്ത് കാണിക്കട്ടെ. സംവിധായകർ സംവിധായകന്റെ കാര്യം എന്നെ ഒതുക്കി ഇത്തരം വിവാദങ്ങൾ മാത്രം മുളച്ചു പൊന്തുന്ന സംവിധായകനാണ്. ഇത്തരം വിവാദങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന സംവിധായകൻ. അയാൾ ചെയ്യുന്ന സിനിമ എത്രയാണ്? അയാൾ ഏത് താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്? എത്ര ഞാനൊരു സിനിമ ചെയ്തു. ആ സിനിമയ്ക്ക് രഘുനാഥ് പലേരി എന്ന് പറഞ്ഞ വലിയ മാർക്കറ്റുള്ള ആളാണ് തിരക്കഥ എഴുതി. എല്ലാം റെഡിയായി, കഥ പോയി കലാഭവൻ മണിയെ നായകനാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ മാക്ടയുടെ ജനറൽ ബോഡിയിൽ താരങ്ങളുടെ കൂടെ അല്ല നമ്മൾ നടക്കേണ്ടത് കാശ് മുടക്കുന്ന പ്രൊഡ്യൂസറുടെ കൂടെയാണെന്ന് ഞാൻ പ്രസംഗിച്ചു. തിരുവനന്തപുരത്തുള്ള ഒരു സംവിധായകൻ ഇത് ഹൈദരാബാദിലുള്ള മണിക്ക് ഫോണിലൂടെ കേൾപ്പിച്ചു കൊടുത്തു.
ഈ സംവിധാനം മണ്ടനായതുകൊണ്ട് ആ ഫോൺ മണിയോട് കേട്ട് തീർന്നപ്പോൾ മണിയുടെ ഫോൺ കൊണ്ട് എൻ്റെ തോന്നി. മണി എടുത്ത വയലിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ താരങ്ങൾക്കെതിരെയാണല്ലോ സംസാരിക്കുന്നത്, അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ നിങ്ങളെ പടത്തിൽ അഭിനയിക്കും. ഞാൻ പറഞ്ഞു ഇപ്പം കട്ട് ചെയ്യൂ, വൈകിട്ട് ഞാൻ വിളിക്കാം. ഞാൻ പ്രേം നസീർ താമസിച്ചിരുന്ന എറണാകുളത്ത് സ്ഥിരമായി താമസിക്കുന്ന ദർബാർ എന്നുള്ള ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഞാൻ അന്ന് വൈകുന്നേരം ഇയാളെ തിരിച്ച് ഹൈദരാബാദിലേക്ക് വിളിച്ചപ്പോൾ അയാൾ എന്നോട് ഇതേ വിഷയം തന്നെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ചാലക്കുടിയിൽ നിന്ന് ഒരുത്ത ഓട്ടോറിക്ഷ ഓടിച്ച് എറണാകുളത്ത് സിനിമയിലേക്ക് വരുമെന്ന് വിചാരിച്ചല്ല ഞാൻ സിനിമയിൽ വന്നത്. കലാഭവമണിക്ക് കഥ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ പറഞ്ഞ റേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ മതിയാക്കുക. അയാൾ പറഞ്ഞു എനിക്കൊരു ദിവസം ആലോചിക്കാനുണ്ട്, നാളെ ഞാൻ ഹൈദരാബാദിൽ നിന്ന് ചാലക്കുടിയിലെത്തും, നാളെ വൈകുന്നേരം വിളിക്കൂ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ദർബാറിൽ ഒറ്റയ്ക്ക് കിടന്ന് ആലോചിച്ചു, നാളെ അവൻ എൻ്റെ കയ്യിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് രാത്രി അവനെ കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്ത കഥകളൊക്കെ പറഞ്ഞ ചങ്കൂറ്റുള്ളവന്മാരാണ്. ഇവിടെ പറഞ്ഞില്ലേ കസേര തന്നില്ല, ഇരിക്കാൻ സമ്മതിച്ചില്ല, എനിക്ക് ഡേറ്റ് തന്നിട്ട് മാറ്റിക്കളഞ്ഞു, വേറെ സംവിധാനം. ചങ്കൂറ്റില്ലാത്തതുകൊണ്ട്, സ്വന്തം കഴിവിനോട് കഴിവില്ലാത്തതുകൊണ്ടാണ്. പോടാ പുല്ലേന്നുണ്ട് വേറെ എല്ലാരും ഭയന്നാ ഇതിനകത്ത് കഴിയുന്നത്. ദിനേശിന്റെ കാര്യം പറഞ്ഞ എന്തെല്ലാം പറഞ്ഞാലും ശരി, ഞാൻ ലാലിനെ ഡബിൾ റോളിൽ ചെയ്യിച്ചില്ല. ആ വേഷം ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഞാൻ പറയാൻ വന്നത്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇത് കേരളത്തിലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ തിരിഞ്ഞത്, മറ്റ് തമിഴ്നാട്ടിലൊന്നും ആണെങ്കിൽ നടക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് മണ്ടത്തരമാണ്. എനിക്ക് കേരളത്തിലെ ഇപ്പൊ ഭയം. കാരണം നിങ്ങൾ ത്യാഗരാജ ഭാഗവതർ എന്ന് പറഞ്ഞ ഏറ്റവും അയാൾ പോകുന്ന വഴിയിലെ മണ്ണുകൾ പെണ്ണുങ്ങൾ സൂക്ഷിക്കുമായിരുന്നു. അയാൾ നടന്നു പോകുന്ന വഴി അത് നിങ്ങൾ ഇപ്പോഴും നെറ്റിപ്പോയാൽ കിട്ടും. ഭയങ്കരമായിട്ട് പാടി അഭിനയിച്ച പഴയ കാല നടനെ ആലോചിക്കണം. അദ്ദേഹം ഇതുപോലൊരു കേസിൽപ്പെട്ട് അയാളെ ശിക്ഷിച്ച് കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാ മരിക്കുന്നത്. അയാൾ വീടും ഒന്നും ഇല്ലാതെ വന്ന് വളരെ എല്ലാവരും വിട്ടു, അയാളെ കൈവിട്ടു. അതുപോലെ തന്നെ സുമൻ എന്ന് പറയുന്നൊരു നടനുണ്ടായിരുന്നു. MG രാമേന്ദ്രൻ ഭരിക്കുന്ന സമയത്ത് ഏത് സിനിമാക്കാർ ചോദിച്ചാലും അവർക്ക് എന്തും വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആൾ MGR സിനിമാക്കാരെന്ന് പറയുന്ന ജീവനാ. ആ സമയത്ത് സുമൻ എന്നൊരാള് ഇതുപോലെ ഒരു ക്യാമറയും വെച്ച് ഒരു പെണ്ണിനെ കുറെ പേരെ ചേർത്ത് പീഡിപ്പിച്ചിട്ട് ഈ പെണ്ണിനെ അങ്ങ് സ്ഥിരമായിട്ട് ഇത് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നു. ആ പെണ്ണിന്റെ അച്ഛൻ ഇത് വീട്ടുകാരറിഞ്ഞ് അച്ഛൻ അറിഞ്ഞ് അദ്ദേഹം ഈ ടേപ്പുമായിട്ട് MGRന്റെ അടുത്ത് ചെന്ന് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. MG രാമേന്ദ്രൻ പീഡിച്ചകത്തിടാൻ പറഞ്ഞവന് ഏത് സിനിമാക്കാരനായാലും ശരി അദ്ദേഹം അപ്പ തൂക്കി അവനെ എല്ലാ പഴുതുകളും അടച്ചിട്ട് ഒരു മുഖ്യമന്ത്രി അടി കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുക? അവനെ വിടരുത്, അടി കൊടുക്കണമെന്ന് പറഞ്ഞ് ആ അദ്ദേഹത്തിന്റെ വായിന്ന് വീണ് കഴിഞ്ഞാൽ തമിഴ്നാട് പിന്നെ അതിനപ്പുറമൊന്നുമില്ല. ഞാൻ അറിഞ്ഞത് സത്യമാണെങ്കിൽ അങ്ങേര് ഏതാണ്ട് 7 വർഷവും എല്ലാ ആഴ്ചയിലും അടി ഉണ്ടായിരുന്നു പറഞ്ഞു. ഈ സംവിധായകരെയും നടനാണ് തീരുമാനിക്കുന്നത്, സംവിധായകനെ, സംഗീത സംവിധായകരെ അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്നവരെ, എല്ലാ ജോലിയും നടന്മാര് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഇത് കേൾക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, അത് ഇന്ത്യ മുഴുവൻ അങ്ങനെ തന്നെ. കാരണം ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ബിസിനസ്സാണ്. ഇവിടുത്തെ പോസിറ്റീവ് എനർജിയാണ് സക്സസ്, ആണ് പോസിറ്റീവ് എനർജി. മറ്റേ ഫെയിലിയർ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ്. ആരും കാണത്തില്ല കൂടെ. ഈ പോസിറ്റീവ് എനർജിയുടെ പിന്നാലെ എല്ലാവരും പോകും. അവിടെ ഏത് മറ്റേ സരോജ് കുമാർ വന്ന് കയറിയാലും, ഒരു വിവരമില്ലാത്ത വന്ന് കയറിയാലും അവന്റെ പുറകെ പൊക്കോളും എല്ലാവരും. അവൻ പറയുന്ന എല്ലാം കേൾക്കും. കാരണം ബിസിനസ് കാശിട്ട് അവന്റെ പടം ഓടുന്നുണ്ടെങ്കിൽ അവന്റെ പുറകെ പോയി എല്ലാവരും ചെല്ലും. അവൻ പറയുന്ന എല്ലാം അനുസരിച്ചേ പറ്റൂ. പിന്നെ അത് ഇവരെ കുറ്റം പറയട്ടില്ല. എല്ലായിടത്തും തമിഴ്നാട്ടിൽ പോയാലും എവിടെ പോയാലും ചിലരൊക്കെ അത് ആ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. സംവിധായകൻ ബോൾഡായിട്ട് ഇപ്പൊ നേരത്തെ ദിനേശ് പറഞ്ഞ പോടാ പോയി പണി നോക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്, കുറച്ചുപേരേ ഉണ്ട്. ചോദിച്ച ചോദ്യത്തിൽ ഒന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, പണ്ട് സിനിമ സംവിധായകന്റെ ആയിരുന്നു, മനസ്സിലായില്ലേ? ആണെന്ന് പറയുന്നെങ്കിൽ കൂടി ഇതൊരു കൂട്ടായ്മയുടെ സക്സസ് ആണ്. ഇപ്പൊ വരുന്ന യങ്സ്റ്റേഴ്സ് അല്ലേ എവിടെ പഠിച്ചിട്ടാ വരുന്നത്? വിനീത് ശ്രീനിവാസിന് എവിടെ പഠിച്ചിട്ട് വന്നു, എത്ര പടം ചെയ്തിട്ട് വന്നു, എത്ര ഇതിൽ അസോസിയേറ്റ് ആയിട്ട്? പക്ഷെ പഠിച്ചവർക്ക് ഇപ്പൊ പ്രൊഡ്യൂസർ ഇല്ല, മനസ്സിലായില്ല? കഴിവുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഇതൊരു കൂട്ടായ്മ. നമുക്ക് ദിലീപ് വിഷയത്തിലേക്ക് വരാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറിനോട്. ദിലീപ് ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്, ഇനി ആ സ്ത്രീകൾക്ക് എന്നോടാണ് വൈരാഗ്യം, എനിക്ക് അവരോടല്ല എന്ന്. അതിന്റെ അർത്ഥം എന്താ? ആ മൊഴിക്ക് ഒരു പ്രസക്തി ഇനിയില്ല, ഇപ്പം പ്രതിയാണ്. അത് വക്കീല് വേണമെങ്കിൽ കോടതി പറഞ്ഞോട്ടെ. ദിലീപ് പ്രതിസ്ഥാനത്തിരിക്കുന്നവരുടെ മൊഴിക്ക് ഇപ്പൊ ഒരു മൊഴി കൊടുത്തല്ലോ, എനിക്ക് ആ സ്ത്രീകളോടാണ് ശത്രുതയില്ല, അവർക്ക് എന്നോടാണ് ശത്രുതയെന്ന്. ഇതെല്ലാം ചർച്ച ചെയ്യാൻ ഒരു സംഘടന ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു ചുമരുകൾക്കുള്ളിൽ തീർക്കേണ്ടതായിരുന്നു. ഇന്ന് ഈ ലോകം അതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും ഇത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമം നടത്തിയവരുണ്ട് ഇതിന്റെ പിന്നില്. കുറെ പേര് പലരും ശ്രമം നടത്തിയിരുന്നു. ഇതെല്ലാം അവസാനിപ്പിക്കാം, എല്ലാവരും രമ്യതയോടുകൂടി പോകൂ, നമ്മളെല്ലാം ഒരു കൂട്ടുകുടുംബമാണ് എന്ന് പല സമയങ്ങളിൽ സംസാരിച്ചിരുന്നു. രാംകുമാർ സാറിന്റെ വെയിൽ ആപ്ലിക്കേഷനിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്,
revenge is between two ladies. That is the new wife and old wife. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പീഡിപ്പിക്കേണ്ട നടി ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചാൽ അത് ഈ പ്രതിക്കെതിരെ എങ്ങനെ വരും എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ഭീമൻ കല്യാണ സുഗന്ധികം പറിക്കാൻ പോയ കഥ അല്ലേ? ഗന്ധമാദന പർവ്വതം കഴിഞ്ഞ് ഇത്രയും ആദ്യമുണ്ട്. അത് ഒരു സ്ത്രീ, അതും 5 പേരുടെ ഭാര്യ ആയിരിക്കുന്നതിൽ ഒരു സ്ത്രീ പറഞ്ഞ ഇത് കൊണ്ടാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കൊണ്ട് എന്ത് ജയിക്കാം? അതൊക്കെ നെഗറ്റീവ് ആർഗ്യുമെന്റ്സ് ആയിട്ട് അവസാനം മാറിപ്പോകും, തിരിഞ്ഞു പോകും. അതിന് വലിയ പ്രസക്തിയില്ല. ഇവിടെ ഉള്ള ഒരു പ്രശ്നം അതൊന്നുമല്ല. ഇവിടെ ആദ്യത്തെ ദിവസം ഈ മാർട്ടിൻ എന്ന് പറയുന്ന 5-ാം പ്രതി ലാലിന്റെ വീട്ടിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോവുകയും അവിടെ നിമിഷങ്ങൾക്കകത്ത് പി.ടി. ചേട്ടൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരും പോലീസുകാരും എല്ലാവരും എത്തിയില്ലായിരുന്നു എങ്കിൽ ഈ സംഭവം ലോകമറിയുമോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു. പോലീസിനെ വിളിച്ചിരുന്നല്ലോ അതിന് മുമ്പ്. ആര് വിളിച്ചു? ലാല് വിളിച്ചതൊക്കെ ഈ പെൺകുട്ടി എപ്പോഴെങ്കിലും പറഞ്ഞോ ഈ പീഡനത്തിന് ശേഷം ലാലിന്റെ വീട്ടിൽ എന്നെ എത്തിക്കാൻ ആ ഡ്രൈവർ എടുത്ത് പറഞ്ഞു? തൃശ്ശൂരിൽ സുഹൃത്തിന്റെ വീടായ പനമ്പള്ളി നഗറിലേക്കാണ് വരുന്നത്. ഈ സംഭവം നടന്ന് അവള് മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറോട് പറയുന്നത് എന്നെ പനമ്പള്ളി നഗറിലല്ല എത്തിക്കേണ്ടത്, എനിക്ക് ലാലേട്ടന്റെ വീട്ടിലാണ് ലാൽ പറഞ്ഞിട്ട് ഫസ്റ്റ് അവള് വിളിക്കുന്നത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെയാണ്. അവനാണ് പറഞ്ഞത് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഗോ ടു പോലീസ് സ്റ്റേഷൻ. വളരെ നല്ല. നിങ്ങൾ പറഞ്ഞതല്ല സത്യം. ആരാണ് പോലീസിനെ വിളിച്ചത്? അവർ തന്നെയാണ് പോലീസിനെ വിളിച്ചത്. സ്ക്രിപ്റ്റ് മാറിയത് എവിടെയെന്നറിയോ? ഈ സംഭവം നടന്നിടത്ത് വെച്ച് ആ കുട്ടി തൃശ്ശൂരിലേക്ക് പോവുകയോ ഏതെങ്കിലും ഹോട്ടൽ മുറി കിടന്ന് കരയുകയോ ചെയ്യുമെന്നാണ് ഇവർ കരുതിയത്. സ്ക്രിപ്റ്റ് മാറിയത് എവിടെയെന്ന് ചോദിച്ചാൽ ആ കുട്ടി നേരെ ലാലിന്റെ വീട്ടിൽ. ലാൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സാധാരണ ഒരു SIA നമ്മൾ വിളിക്കും, പുള്ളി നേരെ DGP. ഈ നേരം വെളുത്ത ശേഷമാണ് ഈ കഥാപാത്രമൊക്കെ എൻട്രി ആവണം. ആര്? P.T. തോമസ്. പക്ഷെ ഇപ്പൊ കൊണ്ടു നടക്കുന്നത് ഞാനാണെന്നാണ്. അത് പറയുന്നതേ അറിയോ? അത് രാഷ്ട്രീയം. നമുക്ക് അതല്ല ദിനേശ, രാത്രി തന്നെ വന്നു. ഏറ്റവും ചുരുങ്ങിയത് ലാലിനെങ്കിലും വിശ്വസിക്കുക. ഇതിലേ ലാലിന്റെ വീട്ടിലാണല്ലോ ചെന്നേ. DGP വിളിക്കാം. അത് ചിലപ്പോ എങ്ങനെയോ അവിടെ പോലീസ് എത്തി മൊഴി കൊടുക്കേണ്ടി വന്നു. ആ കുട്ടി അതിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് ഇത് ഈ ലോകം അറിഞ്ഞു, ചർച്ച ചെയ്തു. ഒരു സംഘം കുറ്റവാളികൾ പിടിക്കപ്പെട്ടു. ഇനി ഇതിന്റെ കൗണ്ടർ ഫോഴ്സസ് ഇതിനെ വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അവരെല്ലാരും പ്രതീക്ഷിച്ചിരുന്നത് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ ഇല്ലെങ്കിൽ ഈ പോലീസ് ഇതൊന്നും കണ്ടെത്തില്ല, ഇതെവിടെയൊക്കെ വെച്ച് മുറിഞ്ഞു പോകും എന്ന് ഒരു ശരിയായോ തെറ്റായോ ഒരു ധാരണയിൽ ഇരുന്നവരാണ്. ഇനി മേജർ ആയ ഒരു കുറ്റവാളി അകത്ത്, അതായത് മേജറായി അറിയപ്പെടുന്ന ഒരാൾ കുറ്റവാളി എന്ന കണക്കിനകത്തായി. അതിനുശേഷം ഇനി ഈ കഥ തിരിക്കണമെങ്കിൽ ഒരു കൗണ്ടർ പ്രൊപ്പഗൻഡ വേണം. ആ കൗണ്ടർ പ്രൊപ്പഗൻഡ കൊണ്ട് ജനരോഷം അടക്കി നിർത്തണം. എന്നാലേ മാനിപ്പുലേറ്റേഴ്സിന് രംഗത്ത് വരാൻ പറ്റുള്ളൂ. Every crime there is manipulator. In every crime there is manipulators. They take the quotation. ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ മറന്നുപോകുന്ന വേറൊരു കാര്യം കൂടെ പറയാം. കേരളത്തിന്റെ DGP ആയിരുന്ന സെൻകുമാർ പറഞ്ഞു, ഞാൻ ഈ കേസിന്റെ മുഴുവൻ ഡയറി വായിച്ചിട്ട് ദിലീപിനെ കൊടുക്കാവുന്ന ഒരു കേസിന്റെ ഒരു തുമ്പ് പോലും ഇല്ല എന്ന് പറഞ്ഞു DGP. പറഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞത് ദിലീപിന്റെ കേസ് തെളിവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ക്ലാരിഫൈ ചെയ്തു. അതായത് ദിലീപിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ദിനേശ് ഷൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവര് തെളിവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പുള്ളി പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു. അദ്ദേഹം ക്ലാരിഫൈ ചെയ്തത് ദിലീപിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുമ്പോൾ വലിയ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യൻ ഡയറി വായിക്കുന്ന ആളല്ല, ഹിയർസേ ആണ്, റിപ്പോർട്ടിംഗ് ഓഫീസറാണ്. ഇദ്ദേഹത്തിന് ഡയറി കാണാനുള്ള സാഹചര്യം ഡയറി കണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, അത് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം രണ്ടാമത് DGP ആയിട്ട് വന്നിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ താഴെയുള്ള പേപ്പറുകൾ എവിടെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ആ അദ്ദേഹത്തിനെ പിടിച്ച് ഒരു ഡിഫൻസും സെൽഫും ഉണ്ടാകും. കോടതി വരും. അല്ല ദിനേശിനോട് ഒരു കാര്യം ചോദിക്കാറുണ്ട്. ഈ ഗവൺമെന്റും
ഇവിടുത്തെ പോലീസും ഇത് പിടിക്കാൻ കാണിച്ച ഇച്ഛാശക്തി അതിനെപ്പറ്റി നികേഷൻ എന്താ പറയുള്ളത്? ഞാൻ 17 വയസ്സ് മുതൽ മാസ്റ്റർ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. ആർജോ ഉള്ള ഒരു മുഖ്യമന്ത്രി ഇരുന്നോണ്ടാ പിടിച്ചത്. വെരി ഗുഡ്. 5 വർഷം മുമ്പായിരുന്നെങ്കിൽ അടുത്ത ചോദ്യം, അപ്പൊ തെറ്റായ ഒരാളെ ഇവിടെ പിടിക്കാൻ സാധ്യതയുണ്ടോ? ആളാണോ പിടിച്ചത്? തെറ്റായ ആളെ ആണോ പിടിച്ചത്? അങ്ങനെ പറയുമ്പോ അതാണ് ചോദ്യം. ഈ കേസിൽ പോലീസും സത്യസന്ധമായി അന്വേഷിച്ച പോലീസിനും ആ പോലീസിന് നിയന്ത്രണങ്ങളും കൂച്ചുവിലങ്ങും ഇടാത്ത ആഭ്യന്തരമന്ത്രിക്കും അങ്ങേയറ്റം അഭിനന്ദനങ്ങളുണ്ട്. ഓഡിയൻസിന് എന്താ പറയാനുള്ളത്? പിന്നെ ഇപ്പം സാറ് പറഞ്ഞതുകൊണ്ട് നമ്മൾ കഥാപാത്രത്തെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ കൗശലക്കാരെന്നോ നമ്മള് വില്ലനെന്നോ എന്ന് പറയുന്നത് ഏറ്റവും തെറ്റാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അല്ല, നല്ല ശിക്ഷ ആയിരിക്കണം ദിലീപിന് കൊടുക്കുന്നത്. പിന്നെ ലേഡീസിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ പറയുന്നിട്ട് നമ്മൾ ലേഡീസിന്റെ ഭാഗത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും പിന്നെ നടിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ദിലീപിന് സപ്പോർട്ട് ആരും വഹിക്കുന്നില്ല. അപ്പോൾ നമ്മളെ പോലുള്ളവർ അങ്ങനെ ചെയ്യത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു പെണ്ണിൻ്റെ കൂടെ എല്ലാവരും നിൽക്കത്തുള്ളൂ. അപ്പം ദിലീപിന് എന്ത് ശിക്ഷയാണെന്ന് വെച്ചാൽ അത് അനുവദിച്ച് കൊടുക്കുക തന്നെ വേണം. നല്ല ശിക്ഷ ആയിരിക്കണം കൊടുക്കുന്നത്. ഇപ്പോൾ ദിലീപിനൊരു മകളുണ്ട്. അപ്പോൾ ദിലീപ് ആ മകളെ മുൻപിൽ കാണാതെയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ദിലീപ് നിരപരാധിയാണോ എന്നുള്ളതും നമുക്കറിയാൻ പറ്റത്തില്ല. ആണെങ്കിൽ അതൊരു നല്ല കാര്യവും. ഓക്കെ, നമ്മൾ ആദ്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട മലയാളികളുടെ മനസ്സാണ്. ദിലീപിനെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന വലിയ ജനലക്ഷങ്ങൾ, ജനകോടികൾ. അദ്ദേഹം കുറ്റവാളി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വെറുക്കപ്പെട്ടു. അതേസമയം ഇതേ സംഭവം തമിഴ്നാട്ടിലാണ് സംഭവിക്കുമോ? ഇതുപോലൊരു മഹാനടനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? കുറ്റവാളി എന്ന് ചിത്രീകരിക്കാൻ പറ്റുമോ? സൂര്യ അഭിനേത്രിയാണ്. അതെ. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സൂര്യക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് മാത്രമല്ല പറയാനുള്ളത്. നേരത്തെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഇവിടെ തെളിയിക്കാതെ പോയ എത്ര കേസുകളുണ്ട്. ഇപ്പോ പ്രമുഖ നടിക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമല്ല ഇത് ഇത്രയും വലിയ ചർച്ചാ വിഷയമായത്. പ്രമുഖരല്ലാത്ത എത്രയോ പേര് റോഡരികിൽ ഇതേപോലെ എത്ര കേസുകൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ഞാൻ പറയട്ടെ, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പിച്ചക്കാരിയായിട്ട് കിടന്ന ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്ന, കോട്ടും സൂട്ടും അല്ലെങ്കിൽ ഇൻഷർട്ടും ഇട്ട് നടന്ന ഒത്തിരി പേരുടെ മുഖമൂടികൾ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അടക്കമുള്ളവർ ചെന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു പ്രമുഖ നടിക്ക് വന്നപ്പോൾ നടനെയും നടിയെയും സമൂഹത്തെയും നടന്റെ സ്ഥാപനത്തെയും പണിർത്ത എല്ലാത്തിനെയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ റോഡരികിൽ കിടക്കുന്ന ഒരു സ്ത്രീയുടെ വില എന്താ എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ സ്ത്രീയുടെ മാനത്തിന് വിലയില്ലേ? അതാണ് ഒരു ചോദ്യം. അതല്ല ഇവിടെ നടനെയും നടിയെയും അല്ലെങ്കിൽ സമൂഹത്തിന് വിലയുള്ളവരെയും സിനിമയിൽ വിലയുള്ളവരെയും എന്താ പറയുക, കുറെ പേര് അവരെ അനുകൂലിക്കുന്നു, കുറെ പേര് ഇവിടെ അനുകൂലിക്കുന്നു. ഈ അനുകൂലങ്ങളിടയിൽ പെട്ടുപോകുന്ന ഈ യാഥാർത്ഥികരായ ഈ മാനത്തിന് എന്ത് വിലയാണുള്ളതെന്നാണ് എനിക്ക് ഇവരോട് ചോദിക്കുന്നത്. നീതിന്യായം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ ഏത് സ്ത്രീയെയും ഏത് നിമിഷവും എന്തും ചെയ്യാവുന്ന പുരുഷന്റെ ധാരണ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ശിക്ഷാ നടപ്പിലാക്കൽ മാറ്റണം. ഏത് തരം ശിക്ഷകളായിരിക്കണം? രഞ്ജുവിന്റെ ഈ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറയാണ്. അപ്പൊ ദിലീപിനെ നമ്മൾ അറസ്റ്റ് ചെയ്തതോടുകൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, മാധ്യമങ്ങൾ മുഴുവൻ ദിലീപിനെതിരെ ആക്രമിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മാനസികമായിട്ട് ഐക്യദാർഢ്യം ഇരയ്ക്ക് കൊടുക്കുന്നു. അതേപോലെ ഒരു പെൺകുട്ടി 18 വയസ്സ്, ഈ രഞ്ജു പറഞ്ഞു 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി ഇന്നും അച്ഛന്റെ സംരക്ഷണയിലാണ് ഡിവോഴ്സ് ആയിട്ട് ആ കുട്ടി വളരുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ദിലീപിന്റെ അമ്മയുടെ കണ്ണീര്, ദിലീപിന്റെ മകളുടെ കണ്ണീര്, എത്തും പൊട്ടും തിരിയാത്ത ആ കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം ദിലീപിന്റെ വിഷയത്തിൽ. അല്ലാതെ ദിലീപ് തെറ്റുകാരനാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. ദിലീപിനെ വലിച്ചു ഈ വിചാരണയെ ഉപദ്രവിക്കുന്ന പുരുഷന്റെ കണ്ണുകൾ അവരുടെ ആ കോടതി നടപ്പിലാക്കുന്ന 10 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 6 മാസം ആ ഒരു ശിക്ഷ അവർക്കൊരു പ്രചോദനം തന്നെയാണ്. പക്ഷെ ഇവിടെ നടപ്പിലാക്കേണ്ട ശിക്ഷ വേറെയാണ്. ഞാൻ വളരെ പച്ചയ്ക്ക് പറയുവാണെങ്കിൽ സ്ത്രീയുടെ അനുവാദമില്ലാതെ പുരുഷന്മാർ സ്ത്രീയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ലിംഗവിച്ഛേദനം തന്നെ ഇവിടെ നടപ്പിലാക്കണം. ഒരു പ്രാവശ്യം ഞാനൊരു കാര്യം പറ്റാ, ലിംഗവിച്ഛേദനം നടത്തിയത് കൊണ്ട് മാത്രമല്ല ഇതുപോലുള്ള ശക്തമായ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കണം. അത് വന്നാൽ മാത്രം പോരെ. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു സെക്ഷൻസിലെ ഇതുപോലെ അവരുടെ ലൈംഗിക ശേഷി നശിപ്പിക്കുന്ന രീതിയിലുള്ള, അതെ, അങ്ങനെ അത് എത്ര പേർക്ക് നടപ്പിലാക്കി എന്നുള്ളതിന്റെ ചെയ്യുന്നിടത്തോളം കാലം ഇന്ത്യയിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഈ കേസിനെ കുറിച്ച്
പറയാനുള്ളത്? ചേച്ചി എങ്ങനെയാണ്? ഇനി കേരളത്തിൽ ജനിക്കുന്ന പെൺകുട്ടികളൊക്കെ തന്നെ ഈ ഇരയെ പോലെ ആയിരിക്കണം. പെൺകുട്ടികൾക്കൊക്കെ ഈ ഊർജം വേണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോഴോ ഒന്ന് തുറിച്ചു നോക്കുമ്പോൾ എന്താടാ പട്ടി എന്ന് ചോദിക്കാനുള്ള ധൈര്യത്തോടുകൂടി രക്ഷിതാക്കളും വളർത്തണം. പിന്നെ ഈ കേസിൽ തെറ്റ് ആരാണോ ചെയ്തത്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അത് ചില്ലറ വെള്ളം ഒന്നല്ല, ഉപ്പ് നല്ലോണം വിഴുങ്ങണം. അങ്ങനെ തന്നെ. ജോർജ് ജോസഫ് സാർ എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കില് എന്തൊക്കെ സംഭവിക്കാൻ പോണെന്നുള്ളതിനെ കുറിച്ചൊരു എന്ത് സംഭവിക്കുന്ന ഒരു ശിക്ഷ വാങ്ങിക്കും? ഒന്നല്ല, ഇതിനകത്ത് ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞ 120B ഏത് കേസിലാണോ അതിന്റെ ശിക്ഷ പറഞ്ഞിരിക്കുന്ന ആ വകുപ്പ് ജീവപര്യന്തമാണെങ്കിൽ അതിനൊരു ജീവപര്യന്തം കൊടുക്കും. രണ്ടാമത് ഈ കുട്ടിയെ പീഡിപ്പിച്ചതിനും ഒരു ജീവപര്യന്തം, 2 ജീവപര്യന്തം കിട്ടട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. എത്ര വർഷം? ജീവിതകാലം അവസാനം വരെ നമുക്ക് ക്രിമിനാലിറ്റി ഉള്ളവരെ അത് കണ്ടുപിടിക്കുക, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. ഇവരെ പോലെ സിനിമാക്കാരെ സോഫ്റ്റ് കൊണ്ടുവരണം എനിക്കില്ല. ആ കാര്യത്തിൽ അവർ ക്രിമിനൽ ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതിനുവേണ്ടി പൊതുജനങ്ങൾ അക്ഷീണം പ്രയോഗിക്കണം. ഇയാൾ കേസിൽ നിന്ന് വിട്ടുപോയാലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് കുറ്റവാളി ഇയാൾ തന്നെ എന്നാണ് തീർച്ചയായിട്ടും. രഞ്ജുവിന്റെ സുഹൃത്തിനും കൂടിയാണ് സംഭവിച്ചത്. ഇവിടെ സ്ത്രീ എന്ന് പറയപ്പെടുന്ന ഒരു കുട്ടി, അവളൊരു സ്ത്രീയാണല്ലോ. ഞാൻ പറയുന്നു, ഇത് തെറ്റ് ചെയ്തത് ആരാണെങ്കിലും, അദ്ദേഹമാണെങ്കിലും അദ്ദേഹത്തിന് പിന്തുണച്ച് മറ്റുള്ളവരാണെങ്കിൽ പോലും പരമാവധി ശിക്ഷ കിട്ടുക എന്നുള്ളത് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. ഞാൻ ഇന്നും ആദ്യമായിട്ട് ഈ ഒരു സത്യം ഞാൻ അറിഞ്ഞു, ഞാൻ അവളോട് ഷെയർ ചെയ്തപ്പോൾ സത്യം ജയിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സത്യം ജയിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, സത്യം ജയിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ഇതുപോലുള്ള ഗവൺമെൻറ്റുകൾ നിലനിന്നുകൊണ്ട് ഇതുപോലുള്ള ക്രിമിനലുകളെ അടിച്ചമർത്തണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചത് കൊണ്ട് മാത്രം സിനിമയ്ക്ക് ഒരു ക്ലെൻസിങ് സംഭവിക്കും, പ്രശ്നങ്ങളെല്ലാം തീരും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? തിരുത്താൻ കിട്ടുന്ന ഒരു സാഹചര്യമാണിത്. ഇവിടെ തിരുത്തപ്പെടണം. മൊത്തം അസോസിയേഷനും മറ്റത് സംഘടനകളും എല്ലാവരും തിരുത്തണം. യുവ നടന്മാർ ഇപ്പം ഒരുപാട് പേരുണ്ട്, അവരൊക്കെ കയറി വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു അനുഭവ പാഠമാവണം സിനിമയ്ക്ക്. ഇത് ശരിക്കും അത് ഉൾക്കൊള്ളുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഇപ്പോൾ ഉള്ളവരൊക്കെ അതിൽ ഏറ്റവും പങ്ക് വഹിക്കാൻ പറ്റുന്നത് അന്തസ്സായിട്ട് ഉള്ള പെഫ്ക എന്ന സംഘടനയാണ്. അവിടെ ഈ വളരെ ജനാധിപത്യപരമായിട്ടും വളരെ ഏറ്റവും ആദ്യം ഇത് ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇത് നടത്തിയത് ഫെഫ്കയാണ്. ഇതിനകത്ത് പ്രതിഷേധ ഒരു മീറ്റിംഗ് നടത്തിയത്. ആർഭാടം അവകാശം എല്ലാവരെയും കൂടെ സംഘടിപ്പിച്ച ഉണ്ണികൃഷ്ണൻ, അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന പുള്ളിയുടെ സംഘാടന രീതികളൊക്കെ. അപ്പൊ അതിലാണ് ഫെഫ്കയാണ് ആദ്യം നടത്തുന്നത്. അതിനുശേഷമാണ് എല്ലാവരും ചേർന്നുള്ള കൂട്ടായ്മ നടത്തുന്നത്. അപ്പം അതുകൊണ്ട് അവര് തന്നെ ഇതിനകത്ത് അമ്മയ്ക്ക് ഒരുപാട് പിഴവുകൾ പറ്റിയിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. അമ്മ സംഘടന വർത്താനം പറഞ്ഞതിലും ശോഭിച്ചതിലും അതൊക്കെ തെറ്റ് തന്നെയാണ്. അതൊക്കെ ഇനി ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇതെല്ലാവരും കൂടെ ചേർന്ന് കൊണ്ട് ഒരു കൂട്ടായ്മയോടെ, അതിനകത്ത് സംവിധായകരുണ്ട്, ഫെഫ്കയിലും മറ്റൊരു അമ്മയില് നടന്മാരുണ്ട്, എല്ലാം കൂടെ ചേർന്ന് ഒരുപാട് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്താൽ തന്നെ മാറ്റാം. പല ഉപദേശങ്ങളും ഇവിടെ നിന്ന് മേടിക്കാം, അവിടെ നിന്ന് മേടിക്കാം. ഇത് എല്ലാവരും കൂടെ ഇരുന്ന് ഒരു താരത്തെ പൊക്കി അവിടെ കിടന്ന് പേര് കൈ മേടിച്ച് അവർ പറയണ മാത്രം ശരി, അങ്ങനെയൊക്കെ മാറും. അതൊക്കെ ഇപ്പൊ മാറിയേ പറ്റൂ. എന്തായാലും അത് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. പ്രതി ആകില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ ഞാൻ ജോത്സ്യനും ഒന്നും അല്ലല്ലോ. ശുഭപ്രതീക്ഷ അങ്ങനെ ഇല്ല. ഇപ്പൊ ദിലീപ് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലെ പറഞ്ഞല്ലോ, വേട്ടക്കാരൻ ആരായിരുന്നാലും ഇതിനകത്ത് കുറ്റവാളി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആരായാലും മനസ്സിനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വലിയ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വലിയൊരു താരമായി ഉയർന്നു വന്ന ഒരാളിനെ വലിച്ചിഴയ്ക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ എന്റെ പ്രധാന പോയിന്റ് ഇതാണ്, അവരുടെ മുഖങ്ങൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം, അവരുടെ നൊമ്പരങ്ങൾക്ക് ഒരേ വികാരമായിരിക്കും. അവിടെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അജുകുമാർ സാർ എങ്ങനെ കാണുന്നത് ഈ കേസ് ശരിയായ രീതിയിൽ? എനിക്കിതിൽ പറയാനുള്ളത്, ഇതിന്റെ മുഴുവൻ അഭിനന്ദനവും ഇവിടെ ആദ്യം കൊടുക്കേണ്ടത് ഇവിടെ ജാഗരൂകരായി നിന്ന ചില മാധ്യമ സുഹൃത്തുക്കൾക്കാണ്. അവർക്കാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും. രണ്ടാമത്തെ ക്രെഡിറ്റ്, ഇതുവരെ യാതൊരു പരസ്യ പ്രസ്താവനകൾക്കും വരാതെ അവരിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും ഡ്യൂട്ടിയും കണക്കാക്കി ഈ കേസ് ജാഗരൂകരായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത എല്ലാ പ്രഷേഴ്സും ഓവർകം ചെയ്തുകൊണ്ട്, എല്ലാ സമ്മർദ്ദങ്ങൾക്കും മുകളിൽ നിന്നുകൊണ്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇത്രയും വലിയ ഒരു സെലിബ്രിറ്റിയെ തൊടാൻ ധൈര്യം കാണിച്ച ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനും അതിൻ്റെ അകത്ത് ഇന്റർഫിയറൻസ് നടത്താതിരുന്ന ഈ സർക്കാരിനും, പിന്നെ അവസാനം
ഫലം എന്താവുമെന്ന് ഇനി 80 ദിവസം കഴിയുമ്പോഴേ ഒരു ചാർജ് ഷീറ്റ് വരൂ. 87 ദിവസം കഴിയുമ്പോഴേ ഒരു ചാർജ് ഷീറ്റ് വരൂ. അതിനുശേഷം ഒരു പൊറാട്ട് നാടകം നമുക്ക് വീണ്ടും കാണാം. എവിടെ? ട്രയൽ. ഇനി ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. മറ്റ് തെളിവുകൾ ശേഖരിക്കാണ്ട് ഇനി 87 ദിവസം അവർക്ക് തെളിവ് ശേഖരിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അതും കൂടെ കഴിയുമ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. 90 ദിവസത്തിനകത്ത് ചാർജ് ഷീറ്റ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അതിപ്രമുഖനായ ഒരു വ്യവസായി കിടപ്പുണ്ട്. ഒരു ഡൊമസ്റ്റിക് സർവന്റിനെ ഒറിയയിൽ നിന്നുള്ളവനെ പീഡിപ്പിച്ചതിന് ഞാൻ 3 വനിതാ വിഭാഗം നേതാക്കളെ ഇത് അറിയിക്കണം എന്ന് പറഞ്ഞവളാണ്. ഇന്ന് വരെ ഒരുത്തരും ഇറങ്ങിയിട്ടില്ല. ഇന്നേ വരെ ഒരാളും ഇറങ്ങിയിട്ടില്ല. ഇത് അവരവരുടെ പബ്ലിസിറ്റിയും കൂടെ ചേർത്താൽ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ചാനൽ റേറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഒരു ഭാഗമാണ്. ഇദ്ദേഹം പറഞ്ഞ വികാരം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ഡീറ്റെയിൽസ് കൊടുക്കാം. അദ്ദേഹം എങ്കിലും ചെയ്യട്ടെ. ഒറിയ പറയാൻ അറിയില്ല. അബോർട്ട് ചെയ്യാൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു ഒറിയ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് കഥയറിഞ്ഞു, കേസറിഞ്ഞു, ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ചെറുതായിട്ട്. ആ റിപ്പോർട്ട് എവിടെ പോയി? ആ റിപ്പോർട്ട് അമങ്ങി. ഈ പറയുന്ന സെലിബ്രിറ്റിയുടെയും ആ പെൺകുട്ടിയുടെയും കണ്ണെതിരിന് ഒരേ വിലയാണ് ഈ സമൂഹത്തിലുള്ളതെങ്കിൽ സമൂഹം ഉണരണം. അതിന് കിട്ടിയ അതേ പ്രാധാന്യം തന്നെ ഈ കേസിനും കിട്ടണം. എത്ര പണം ഒരുക്കിയാലും എത്ര പണം ഒഴുക്കിയാലും ഞാൻ എപ്പോഴും പറയുന്നത് ദൈവത്തിൻ്റെ കൈ എവിടെ ഉണ്ടോ അത് പ്രവർത്തിച്ചിരിക്കും. അത് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ കേസ് ഈ രൂപത്തിലെത്തിയത്. എൻ്റെ 36 വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയുക, അതുണ്ടെങ്കിൽ എത്ര വലിയ പണവും താഴെ ഇരിക്കും. ഇനി ദൈവത്തിന് വിരുദ്ധമായി ഇവരെല്ലാവരും തിരിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സംവിധായകൻ എന്ന നിലയ്ക്ക് സിനിമയിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ കുറച്ചും കൂടിയും അലേർട്ട് ആവുമോ എല്ലാവരും? എന്തെങ്കിലും അങ്ങനത്തെ വല്ല പ്രതീക്ഷകളൊക്കെ ഉണ്ടോ? അതായത് സിനിമയിൽ ഈ നാടകത്തിൽ ഒരു 300 രൂപയ്ക്ക് കളിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് ലക്ഷങ്ങളുടെ അഡ്വാൻസ് വാങ്ങുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈ കാശിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ ഗായകൻ 1 ലക്ഷം രൂപ ഒരു പാട്ടിന് വാങ്ങിയിട്ട് 300 രൂപ കാറിന് വാങ്ങിക്കും. അങ്ങനത്തെ ഒരു നാറിയ ഫീൽഡാണ്. പൈസ എന്ന് പറഞ്ഞാൽ ഈ ആർത്തിയാണ്. സിനിമയിൽ എനിക്ക് പറയാനുള്ളത് ഈ മഹാലക്ഷ്മി സരസ്വതി ഒന്നിച്ചില്ല എന്ന് പറയും. സിനിമയിൽ പെട്ടെന്ന് വന്ന് കോടികൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അല്പം കൺട്രോൾ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ഈ അനുഭവം പഠിക്കും. ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ പ്രതിനിധിയാണ്. ഇതൊക്കെ കാണുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതുപോലെ ഇതിനോട് പ്രതികരിച്ചു. സാധാരണ നിലയിൽ നിന്നും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നും സ്വന്തം കഴിവുകൊണ്ട് ഏതൊരു കലാകാരന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് കലാഭവനിൽ എത്തുക എന്നുള്ളത്. പണ്ട് സിനിമയിൽ വരുന്നതിന് മുന്നേ അല്ലെ സിനിമയെ പോലെ തന്നെ ഈക്വലായിട്ട് എല്ലാവരും കാണുന്ന ഒരു വേദിയായിരുന്നു കലാഭവന്റെ വേദികൾ. അപ്പോൾ തീർച്ചയായിട്ടും കലാഭവന്റെ വേദിയിലൂടെ സ്വന്തം കഴിവുകൾ കൊണ്ട് തന്നെ സിനിമയിൽ ഇത്രയും ഒരു ഉയർച്ചയിലെത്തിയ ഒരു കലാകാരന്റെ പതനം ആഘോഷിക്കുകയാണ് ഇവിടുത്തെ മീഡിയയും ഈ പറയുന്ന ജനങ്ങളും എല്ലാം. ഒരിക്കലും ഞാൻ പറയുന്നില്ല ഒരു പണിയും ഇല്ലാതെ കോടതി വളപ്പി കൂകി വിളിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഈ പ്രമുഖ നടിയോടുള്ള സ്നേഹം കൊണ്ടോ പ്രതിബദ്ധത കൊണ്ടോ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടോ ഒന്നുമല്ല. കാരണം ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ഒരു താരമാണ്. ആ താരത്തിന്റെ പതനം ആഘോഷിക്കുകയാണ്. ഇനിയെങ്കിലും സത്യം തെളിയട്ടെ. ഞാനൊരു പെൺകുട്ടിയാണ്. തീർച്ചയായിട്ടും ഞാനും പ്രോഗ്രാമും കാര്യമായിട്ടൊക്കെ രാത്രികളിലൊക്കെ സഞ്ചരിക്കുന്നവരാണ്. ഇത്രയും അറിയപ്പെടുന്ന ഒരാൾക്ക്, പ്രശസ്തിയായിട്ട് ഒരാൾക്ക് ഇങ്ങനെ വന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും വരാം. പക്ഷെ അന്നേരം ഇതുപോലെ മീഡിയയും കാര്യങ്ങളൊന്നും ആഘോഷിക്കില്ല. പത്രത്തിന്റെ കയ്യിലും കൊണ്ട് ഞാൻ തട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് ചെറിയ വാർത്തയെ കാണുകയുള്ളൂ. എങ്കിലും ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും ആ ഒരു സത്യം തെളിയുന്നത് വരെയെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വേട്ടയാടുന്നത് ഇനിയെങ്കിലും മീഡിയാസ് നിർത്തുക, ജനങ്ങൾ നിർത്തുക. അത്രമാത്രമേ പറയാനുള്ളൂ. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിലനിൽക്കെ തന്നെ ഈ ചർച്ചയുടെ അവസാനം ഉരുത്തിരിഞ്ഞു വന്നത് സത്യം ജയിക്കട്ടെ എന്ന് തന്നെയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. ശുഭരാത്രി.